സജീവൻ, താങ്കൾ രാജ്യാന്തര യാത്രകളിലൊക്കെയാണ്, UK-യിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. കേരളത്തിൽ ഇവിടെ വലിയ സംഭവവികാസങ്ങൾ നടക്കുകയാണ്. ഞാനിപ്പോൾ ആമുഖമായി പറഞ്ഞത് താങ്കളും കേട്ടിട്ടുണ്ടായിരിക്കും. KPCC പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനെതിരെ KPCC ഭാരവാഹികൾ പരാതി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. അതിൽ കടുത്ത വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ നേതാക്കൾ ഉയർത്തി എന്ന് വാർത്ത. സംഘടനാ അധികാരങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുന്നു. ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നു. ചില നേതാക്കളെ മറികടന്നുകൊണ്ട് പുതിയ നേതാക്കളെ ജില്ലകളിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇന്ന് പത്രക്കാരെ കണ്ട സുധാകരൻ ഈ വാർത്തകൾ നിഷേധിച്ചില്ല. തർക്കങ്ങളൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാകും, അത് നല്ലതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മൾ കേട്ടു. മാത്രവുമല്ല, ഇന്ന് മറ്റൊരു ചടങ്ങിൽ സംസാരിച്ച VD സതീശനാകട്ടെ യോഗത്തിലെ ചർച്ചകൾ വാർത്തയാക്കേണ്ടതില്ല, താൻ KPCC സർക്കുലറൊന്നും താൻ പുറത്തുവിട്ടിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതിരോധം തീർത്തു. പക്ഷേ തിരുവനന്തപുരത്ത് മിഷൻ 2025 വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായക യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത് ആ പദ്ധതി വിശദീകരിക്കേണ്ടിയിരുന്ന സതീശൻ അതിൽ പങ്കെടുക്കാതിരുന്നു, അതിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ഈ ഒരു ഇന്നലെ നടന്നതോ മെനയാന്ന് നടന്നതായിട്ടുള്ള സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഭയങ്കരമായി സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു അത്ഭുതവുമില്ല NPC. കാരണം നമ്മൾ ഈ രണ്ടുപേരും, സുധാകരനും സതീശനും, ഈ ചുമതലകൾ ഏറ്റതിന് ശേഷം നടത്തിയ പരസ്പരം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിന്റെ ഒരു ചരിത്രം മാത്രം എടുത്താൽ അറിയാമല്ലോ. ഈ KPCCക്കകത്ത് ഇത്രയും കാലത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയിട്ടുള്ള ആളും അതല്ലെങ്കിൽ KPCC പ്രസിഡന്റും, ഈ ആളുകൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞത് ശരിയാണ്, പുതിയ കാര്യമൊന്നും. കാരണം ഒരു പാർട്ടിയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകും, ആശയപരമായിട്ടുള്ള ഭിന്നതകൾ ഉണ്ടാകും, ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതൊന്നും അല്ലല്ലോ. അതിന്റെ എല്ലാ സീമകളും വിട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ പരസ്യമായി പോലും 2-3 തവണ സഭ്യതയുടെ അതിർവലമ്പ് പോലും ലംഘിച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നേട്ടമുണ്ടാക്കും എന്ന് സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നേട്ടമുണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 2019-ലും 2024-ലും നേട്ടമുണ്ടാക്കിയത് ഇവരുടെ തർക്കം കൊണ്ടൊന്നുമല്ല. ഇവർ പരസ്പരം തർക്കിക്കുകയും അതല്ലെങ്കിൽ പോരടിക്കുകയും ചെയ്തുകൊണ്ട് ആണ് 2019-ലും 2024-ലും നേട്ടമുണ്ടാക്കിയതെന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ്, ശബരിമല പ്രശ്നം തുടങ്ങിയിട്ടുള്ള നരേന്ദ്രമോദിയോടുള്ള വിരോധം, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഒരു ഭാഗത്തേക്ക് പോയത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചത് കൊണ്ടാണ് ഇവിടെ 2019-ൽ 19 സീറ്റും 2024-ൽ ഇത്രയും സീറ്റും 18 സീറ്റും കിട്ടിയത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മൗഢ്യം എന്ന് പറയുന്നത് അത് പാർട്ടി എത്രമാത്രം ദുർബലപ്പെടുത്തുന്നതാണ്. എക്കാലത്തും ഇതേപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ 2024 കാര്യം പോലെ നമുക്കറിയാമല്ലോ. ഈ 2024 എങ്ങനെയാണ് തൃശ്ശൂരിൽ ഈ പരാജയം സംഭവിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ UDF-ന് 19 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നല്ലോ. അതെങ്ങനെയാണ് അല്ലാതായി പോയത്? അത് തോൽപ്പിച്ചത് മറ്റാരുമല്ല, LDF അല്ല, BJP പോലും അല്ല, സുരേഷ് ഗോപിയെ അല്ല. ആ തോൽപ്പിക്കൽ, തൃശ്ശൂരിലെ തോൽപ്പിക്കലിന്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പരാജയം, ഇത്രയും ഭീകരമായ പരാജയം, മറ്റുള്ള സീറ്റുകളിലൊക്കെ വിജയം നേടിയിട്ടും ആ തൃശ്ശൂരിലെ പരാജയത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാർ. ഏറ്റവും പ്രധാന നേതാക്കന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 2 നേതാക്കന്മാർ തമ്മിൽ ഇപ്പോഴും ഈ കളികൾ. ഇതെന്തുകൊണ്ടാണ്? ഈ ഇത്തരത്തിലുണ്ടാവുമ്പോൾ ജനം ഇത് കാണുമല്ലോ. എക്കാലത്തും ഇവരോടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിൽക്കാനുണ്ടായ മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്ന് അത് പോലും വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയാതെ പരസ്പരം പോരടിക്കുകയും പാർട്ടിയെ തകർക്കുകയും ചെയ്യുക. ഇപ്പൊ കോൺഗ്രസ് തകർന്നാലും ജയിച്ചാലും ഒക്കെ നമുക്ക് മറ്റാൾക്ക് നിങ്ങൾക്കെന്ന് നേട്ടം പ്രശ്നം എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടായേക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു കേരളത്തിലെ
ഒരു ജനാധിപത്യ പാർട്ടിക്കുണ്ടാക്കുന്ന അപജയം എന്ന് പറയുന്നത് ബി ജെ പിയെ പോലുള്ള ഒരു സംഘടനയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിന് വളർന്നു വരാനുള്ള വഴിവെക്കലാണ്.